ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിച്ച സ്ഥലങ്ങളിലും പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലങ്ങളിലും സൂക്ഷ്മ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. തിരുവനന്തപുരം ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജലവിഭവ വിനിയോഗ കേന്ദ്രം പ്രിൻസിപ്പാൾ സയന്റിസ്റ്റും സെന്റർ ഫോർ എക്സലൻസ് ഇൻ വാട്ടർ റിലേറ്റഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേധാവിയുമായ ഡോക്ടർ TK ദൃശ്യ, സൂരത്കൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സ കോലധയാർ, വയനാട് ജില്ലാ മണ്ണു സംരക്ഷണ ഓഫീസർ താര മനോഹരൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസഡ് അനലിസ്റ്റ് GS പ്രദീപ് എന്നിവരാണ് സംഘത്തിലുള്ളത്. പ്രദീപ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. GIS സാങ്കേതിക സഹായം നൽകാൻ ഷൈനുവും സംഘത്തിലുണ്ടാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ L. കുര്യാക്കോസിന്റെ ഉത്തരവിൽ പറയുന്നു. ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും ടൗൺഷിപ്പ് നിർമ്മിക്കാനും കണ്ടെത്തിയ ഭൂമിയുടെ സുരക്ഷയും സൗകര്യങ്ങളും സംബന്ധിച്ച് ഈ സമിതി പഠനം നടത്തി ശുപാർശകൾ നൽകും. ഇവിടെ നടപ്പാക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ ഭൂവിനിയോഗ രീതികളെ പറ്റിയും വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ശുപാർശ നൽകും. ദുരന്തം സംഭവിച്ച സ്ഥലങ്ങൾ ഇനി ജനവാസയോഗ്യമാണോ എന്ന് സമിതി പരിശോധിക്കും. സംഘം ഇന്നു മുതൽ പഠനം ആരംഭിക്കും. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷ. 2005-ലെ ദുരന്ത നിവാരണ പട്ട അനുസരിച്ചാണ് സമിതി രൂപീകരിക്കുന്നത്. സമിതിക്ക് ആവശ്യമായ സുരക്ഷയും സഹായങ്ങളും ഒരുക്കേണ്ടത് ജില്ലാ ഭരണ നേതൃത്വത്തിന്റെ ചുമതലയാണ്. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.